എല്ലാ കൂട്ടുകാർക്കും ചെമ്പനീർ പൂവിൻ്റെ നാളത്തെ പ്രൊമോ റിവ്യൂവിലേക്ക് സ്വാഗതം. രവിയേട്ടനാവട്ടെ വളരെയധികം സന്തോഷത്തോടു കൂടി പറയുകയാണ്, ഇപ്പം ഞങ്ങൾക്ക് 3 പെൺമക്കളെ കൂടി കിട്ടിയിരിക്കുകയാണ്. നിങ്ങളെൻ്റെ മരുമക്കളല്ല, എൻ്റെ സ്വന്തം പെൺമക്കൾ തന്നെയാണെന്ന് പറയാൻ കേട്ടോ. ഇനി ഈ കുടുംബത്തിൽ ചേച്ചി അനിയത്തിമാരായിട്ട് നിങ്ങൾ സന്തോഷമായിട്ട് കഴിയണമെന്ന് രവിയേട്ടൻ പറയുന്ന സമയത്ത് വർഷ പറയുകയാണ്, അങ്കിള് വിഷമിക്കൊന്നും വേണ്ട, ഹാപ്പി ആയിട്ടിരുന്നോളൂ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ രവിയേട്ടനെ പോയിട്ടൊന്ന് ഹഗ് ചെയ്യാൻ കേട്ടോ. അത് കാണുമ്പോൾ സച്ചിക്ക് അങ്ങോട്ട് തീരെ പറ്റുന്നില്ല. സച്ചി ഇങ്ങനെ കല്ലി തുള്ളിയിട്ട് നിൽക്കുകയാണ്. സച്ചി ആവട്ടെ ബാൽക്കണിയിൽ പോയിട്ട് രേവതിയോട് പൊട്ടിത്തെറിക്കുകയാണ്. അവൾ എന്തായി കാണിക്കണത്? അവൾ എവിടുത്തെ പഠിപ്പായി കാണിക്കണത്? അച്ഛൻ സംസാരിച്ചിരിക്കണ കണ്ടുകൂടെ? അതിൻ്റെ ഇടയ്ക്കാണ് അവളുടെ പോയിട്ട് ഒരു കെട്ടിപ്പിടുത്തം. അപ്പോൾ രേവതി പറയുന്നത്, സച്ചിയേട്ടൻ എന്തായി പറയുന്നത്? അവൾ വളർന്ന സാഹചര്യമൊക്കെ അങ്ങനെയാണ്. അവൾ വിദേശത്തൊക്കെ പോയിട്ട് പഠിച്ച കുട്ടിയല്ലേ, അതിന് വിദേശത്ത് പഠിച്ചു എന്ന് വെച്ചിട്ട് ഇങ്ങനെയൊക്കെയാണോ ഒരാളോട് പെരുമാറുക? പെരുമാറാൻ കൂടി അറിയാത്തവളാണെന്നൊക്കെ പറഞ്ഞിട്ട് സച്ചി വർഷനെ വളരെയധികം കുറ്റപ്പെടുത്തി സംസാരിക്കുമ്പോൾ രേവതി പറയുന്നത്, സച്ചേട്ടാ അത് വിട്, സച്ചേട്ടൻ പോയിട്ട് കുളിച്ചിട്ട് വായോ, ഭക്ഷണം എടുത്തു തരാമെന്നൊക്കെ പറഞ്ഞിട്ട് രേവതി ആവട്ടെ സച്ചിനെ സമാധാനിപ്പിച്ചിട്ട് താഴത്തേക്ക് ഇറങ്ങി പോകാൻ കേട്ടോ. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്ത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കൂട്ടുകാരെ.